മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. അപ്പൊ അന്നത്തെ കഥേന്റെ ബാക്കി എഴുതിയത് ഒന്ന് വായിക്കും അമ്മ. നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തിയേ, നിങ്ങളെ പേരെല്ലാം ആദ്യം പറഞ്ഞു കൊടുത്തേ. ആദ്യം ഇതൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്റെ പേര് അനിത പങ്കാശൻ. ഇപ്പൊ നോവൽ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ആദ്യമായിട്ട് എഴുതിയ നോവലാണിത്. കഥയും കവിതയെല്ലാം എഴുതലില്ലേ? കഥയും കവിതയെല്ലാം എഴുതുന്നുണ്ട്. കവിത തന്നെ കൂടുതലായിട്ട് എഴുതി. അപ്പൊ നിങ്ങളെ കവിത വേണമെങ്കിൽ നിങ്ങൾ എന്റെ ബാല്യം ബാല്യം ബാല്യമുണ്ട്, അമ്മയുണ്ട്, കവിത. എത്ര കഥ എഴുതി? എത്ര കഥ എഴുതി? കഥ കുറവേയില്ല. കഥ എഴുതാൻ തുടങ്ങുന്നത് ഇത് ആദ്യത്തെ നോവലാണ്. ഒന്ന് വായിക്ക്, രണ്ടാം ഭാഗം വായിക്ക്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എഴുതുമ്പോ ഇത് കുറെ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും. എഴുതാൻ തുടങ്ങുന്നത്രല്ലേ, അതുകൊണ്ട് നോവൽ എഴുതാൻ തുടങ്ങുന്നത്ര. അതുകൊണ്ട് കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അതിൽ തെറ്റുണ്ടെങ്കിൽ എനിക്ക് ആ തെറ്റുകൾ ചൂണ്ടിയിട്ട് അതിനുള്ള അത് ഇവിടെ നന്നായി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കിട്ടണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. പിന്നെ കമന്റ് ബോക്സിലെ കൂടെ അറിയിക്കണം അല്ലേ? കമന്റ് ബോക്സിലെ കൂടെ തെറ്റുകളെല്ലാം അറിയിക്കണം. തിരുത്തിയിട്ട് വീണ്ടും എനിക്ക് നന്നായിട്ട് എഴുതാൻ അത് പറ്റും. അങ്ങനെ ഒരു ഇതുണ്ടായാലും കമന്റ് കിട്ടിക്കഴിഞ്ഞാലേ ആവൂലോ. അതുപോലെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നോവലിന്റെ രണ്ടാം ഭാഗം വായിക്കുന്നത്. എന്നാ നിങ്ങളെ നോവലിന്റെ പേര് പറ ആദ്യം. പേജുകൾ മറിയുമ്പോൾ. എവിടെയാണ് ഞാൻ ചിന്തിച്ചു നിർത്തിയത്? അമ്മാള് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. സഹോദരങ്ങളുടെ ഇടയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ മോഹനായിരുന്നു. ശാന്ത സ്വഭാവവും സൗമ്യമായ പെരുമാറ്റവും അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാക്കി മാറ്റി. ആരോടും അധികം സംസാരമില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. എല്ലാവരോടും സ്നേഹമായി പെരുമാറും. സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. മോശമല്ലാത്ത ചുറ്റുപാടിലാണ് അവൻ്റെ ജീവിതം. അച്ഛനും അമ്മയും ഉള്ള കാലത്ത് തന്നെ നല്ല ഒരാലോചന വന്ന് അങ്ങനെ മോഹൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ല വിദ്യാഭ്യാസം സൗന്ദര്യമുള്ള പെണ്ണിനെ തന്നെ അവന് കിട്ടി. അമ്മ എല്ലാ കാര്യത്തിലും നിഷ്കർഷയുള്ള ആളായിരുന്നു. കുടുംബജീവിതം ശ്രേഷ്ഠമായിരിക്കണം, ഇതിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. അങ്ങനെ മോഹൻ്റെയും ശ്രേയയുടെയും ജീവിതം ആരംഭിച്ചു. എല്ലാ കാര്യത്തിലും മിടുക്കിയായിരുന്നു ശ്രേയ. അവർക്ക് 2 മക്കൾ പിറന്നു. കഴിവുള്ളവളായാലും ശ്രേയക്ക് സ്വഭാവ ദൂഷ്യമുണ്ടായിരുന്നു. മോശമല്ലാത്ത വരുമാനം ഉണ്ടായപ്പോൾ അവർ കുറച്ചകലിട്ട് സ്ഥലം വാങ്ങി വീട് വെച്ചു. അമ്മയും എതിർത്തില്ല. എല്ലാവരും ഒന്നിച്ചായാൽ പറ്റില്ല, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ജീവിക്കട്ടെ എന്നായിരുന്നു തീരുമാനം. മിഥുനും മിഥ്യയുമായിരുന്നു മോഹൻ്റെ മക്കൾ. അവരും എല്ലാ കാര്യത്തിലും മികവ് പുലർത്തി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങൾക്ക് വഴിമാറിയപ്പോൾ മക്കൾ വളർന്നു. എല്ലാവരും നല്ല നിലയിൽ തന്നെ ആയി. ആ ഇടയ്ക്ക് അമ്മക്ക് അസുഖം വന്ന് കിടപ്പിലായി. എല്ലാ മക്കളും അമ്മയെ നോക്കിയിരുന്നു. ദൂരെയുള്ള മക്കളെ കാണാഞ്ഞപ്പോൾ അമ്മ പരിഭവം പറയുമായിരുന്നു. അത് പറയാനും മോഹൻ സമ്മതിക്കാറില്ല. അവർ ദൂരെയല്ലേ അമ്മേ, അമ്മയുടെ അടുത്ത് ഞാനുണ്ടല്ലോ. അമ്മയ്ക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ചില മക്കൾ. അവർ അച്ഛനും അമ്മയെയും ഒരുപാട് സ്നേഹിക്കും, പൊന്നുപോലെ നോക്കും. അവർക്കും നാളെ എന്താവും എന്നറിയില്ലല്ലോ. ഇനി എൻ്റെ രേവുമോളെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവളാണ് എൻ്റെ മൂത്ത മോളുടെ മൂത്ത സന്തതി, എന്നോടൊപ്പം എൻ്റെ നിഴലായി നടന്നവൾ. ഉമ്മറപ്പടിയിൽ അവളോടൊപ്പം ഇരിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അവളുടെ മുടിയിഴകളിൽ കൂടി വിരലോടിക്കുമ്പോൾ അവൾക്ക് പഴയകാല കഥകളൊക്കെ കേൾക്കണം. അവൾക്ക് അച്ചാച്ചനെയും അമ്മമ്മയെയും മാവന്മാരെയും ഇളയമ്മമാരെയും ഉമ്മമാരുടെയും കഥകൾ കേൾക്കണം. എനിക്ക് മൂത്തൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ അധികകാലം നമ്മളോടൊപ്പം ഉണ്ടായില്ല. അമ്മയുടെ ചിന്ത അമ്മ വിളിക്കുന്നതിലേക്കായി. അമ്മു, നീ എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നത്? ചില സമയത്ത് വാലി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാലിട്ടടിച്ച് ഞാൻ കളിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ കൈതപ്പ് വരിക്കാനായി റെയിൽപാളത്തിനരികിലേക്ക് പോയിട്ടുണ്ടാകും. ഇതൊക്കെ അമ്മയുടെ പേടി സ്വപ്നങ്ങളിൽ പെടുന്ന ഒന്നാണ്. അച്ഛനാണെങ്കിൽ എപ്പോഴും പൂജയും മരുന്ന് സേവയുമാണ്. അച്ഛന് നല്ല കൈപുണ്യം എന്നാണ് നാട്ടുകാർ പറയാറ്. അച്ഛൻ പെട്ടെന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. അമ്മ കുറച്ച് കിടപ്പിലൊക്കെ ആയിട്ടാണ് പോയത്. അതിനിടയിൽ ഞാൻ എൻ്റെ അമ്പുവേട്ടനെ പറയാൻ മറന്നുപോയി. ശാന്ത സ്വഭാവിയാണ് കേട്ടോ. ഞാൻ എന്ന് വെച്ച ജീവന. എല്ലാവരോടും നന്നായി സംസാരിക്കും. ആരോടും വഴക്കിനും വക്കാണത്തിനും പോവില്ല. മൂപ്പരെ നല്ല സ്വഭാവം കണ്ട് ദൈവം വേഗം വിളിച്ചു. നീ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചതുപോലെ തോന്നുന്നു. അമ്പുവേട്ടൻ പോയിട്ട് വർഷം 20 കഴിഞ്ഞു. ഞാനൊരു ഒഴിയാവാതെ പോലെ മക്കളോടൊപ്പം നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഞാനിങ്ങനെ വേണ്ടാത്ത ചിന്തിക്കുന്നത്? മക്കളെ സ്നേഹിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും.
ഓ എന്തൊരു ചൂട്! ദിവസം കഴിയുന്നതോറും ചൂട് വർദ്ധിച്ചു വരുന്നു. അമ്മാളമ്മ വിശറി എടുത്ത് വീശാൻ തുടങ്ങി. പ്രായം കൂടുന്നതോറും ശരീരത്തിന്റെ ആവശ്യകതകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നിട്ട് പോയ 80 വർഷത്തിൽ 70 ഓർത്തെടുക്കാൻ പറ്റുന്നതല്ലേ? എനിക്ക് പ്രിയപ്പെട്ടവർ എത്ര പേർ യാത്രയായി. ഞാൻ മക്കളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ വഴക്കു പറയും, അമ്മ ഒന്ന് മിണ്ടാണ്ടിരി എന്ന്. ഞാൻ ഇങ്ങനെ പറയുന്നതൊന്നും എൻ്റെ രേഖമോൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൾക്ക് അമ്മമ്മ പറയുന്ന പണ്ടത്തെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മയെ അവൾ ജീവന തുല്യം സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള ഉത്കണ്ഠ എനിക്ക് കൂടുതലായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും എൻ്റെ ജാനുവും തമ്പാനും മകളെ വേഗം കെട്ടിച്ചയക്കുന്നതിൽ ശ്രദ്ധ കാണിച്ചു. അവളുടെ പഠിത്തം പൂർത്തിയാക്കാൻ അവർ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജോലിക്ക് പോകാൻ അവൾക്ക് തടസ്സമായി. 18 പൂർത്തിയായാൽ അന്നൊക്കെ ഭയങ്കര പേടിയാണ്. ഒന്നായാലും മലക്കുകൊണ്ട് അടിച്ചു വളർത്തണം എന്നാണ് പറയാറ്. ഇന്ന് പറയും മലക്കുകൊണ്ട് അടിച്ചാൽ ചത്തുപോവില്ലേ എന്ന്. ഇതൊരു പഴമൊഴി മാത്രം. ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അന്ന് കെട്ടിച്ചയക്കുമ്പോൾ ചോദ്യങ്ങളില്ല. പെണ്ണ് കാണാൻ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അച്ഛനും അമ്മയ്ക്കും കാരണവന്മാർക്ക് ഇഷ്ടമായാൽ അങ്ങ് ഉറപ്പിക്കും. പിന്നെ ചടങ്ങായി കല്യാണം നടത്തും. എൻ്റെ ചങ്ങാതിമാരെല്ലാം 2-3 കെട്ടിയവരാണ്. പണ്ട് അതിന് പുടവ് കൊടുക്കൽ എന്നാണ് പറയാറ്. എന്നേക്കാൾ 10 വയസ്സിൽ 20 വയസ്സിൽ മൂത്തവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. കല്യാണം ഒരു പുടവയിൽ തീർന്നു. കാരണവന്മാർ ഉറപ്പിക്കും. കല്യാണം കഴിഞ്ഞ ഭർത്താവ് വേറെ, ഭാര്യ വേറെ കിടക്കും. മക്കൾ 8, 9, 10 ഒക്കെ ഉണ്ടാകും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചട്ടിയോ കലമോ പൊട്ടിപ്പോയാൽ പേടിക്കണം. ചിലപ്പോൾ പെണ്ണ് പേടിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകും. പിന്നെ അവൾക്ക് 2ാം കെട്ടായിരിക്കും. അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു കാലം. പക്ഷേ പുരാണങ്ങളിലെ സത്യവതികളുടെ ചരിത്രമൊന്നും ഇവർക്കില്ല. ഞാൻ എൻ്റെ അമ്പുവേട്ടനെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിൽ 3 മക്കളും, ജാനു, ജനൻ, പാറു. 3 പേര് സ്നേഹസമ്പന്നരായ മക്കൾ. അവരാണ് എൻ്റെ ശക്തി. എൻ്റെ അമ്പുവേട്ടൻ്റെ സ്വഭാവം പോലെ തന്നെ എൻ്റെ മക്കളുടെ സ്വഭാവവും അച്ഛൻ്റെ സ്വഭാവം പോലെ തന്നെയല്ലേ മക്കൾക്ക് 8. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അമ്പുവേട്ടന് സഹോദരങ്ങൾ 8. എല്ലാവരും സ്നേഹസമ്പന്നരാണ്. എന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ്. എല്ലാവരും നന്നായി അധ്വാനിക്കും. പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും നെല്ലും എല്ലാം വയലിൽ അധ്വാനിച്ചുണ്ടാക്കും. എല്ലാ വീട്ടിലും പശുവും കോഴിയും ഉണ്ടായിരുന്നു. നന്മ നിറഞ്ഞ മനസ്സുള്ള കുറേ മനുഷ്യരും. കല്യാണം വലിയ തോതിൽ നടത്തുമ്പോൾ എല്ലാവരും സഹകരിച്ച് പണിയെടുത്ത് ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല. ഒത്തൊരുമിച്ച് നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കും. ആ അധ്വാനത്തിന് ആരും വിലപേശില്ല. സന്തോഷം തിരതല്ലുന്ന കുറേ ഇന്നലെകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. കാവുകളും പുഴകളും നാടിൻ്റെ സൗന്ദര്യത്തിന് എന്നും മാറ്റുകൂട്ടുന്നുണ്ട്. കാവുകൾ എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് തന്നെ ആശ്വാസം. പ്രകൃതിയുടെ സുന്ദരമായ വാഗ്ദാനങ്ങളാണ് കാവും പുഴയും. അവ നഷ്ടമായ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി തന്നെ നഷ്ടമാകും. നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന നെൽവയലുകൾ കണ്ണിൻ്റെ കൗതുകം തന്നെ. നാട്ടിപ്പാട്ടും കഥ പറച്ചിലും വയലുകൾ ഉത്സവപ്പറമ്പായി മാറുന്നു. അമ്മാളും അമ്മയുടെ മനസ്സിൽ കൂടി പണ്ടത്തെ പല കാര്യങ്ങളും കടന്നുപോയി. അതിൽ ജാതി ചിന്തകളും കടന്നുപോയി. തൻ്റെ നല്ല പ്രായത്തിൽ നാട്ടിൽ ജാതി ചിന്തകൾ ഉണ്ടായിരുന്നു. ജന്മിയുടെ വലിയ കുടിയാന്മാർ പണിയെടുക്കും. അവർ എല്ലുമുറിയെ പണിയെടുത്ത് വിളവുണ്ടാക്കും. വിളവെടുപ്പ് സമയത്ത് ആദ്യത്തെ ജന്മിക്ക് അവകാശപ്പെട്ടതാണ്. ഹരിജനായ കണ്ണനെ കുറിച്ച് ഓർത്തുപോയി. ജാതി ചിന്തകൾ മനുഷ്യനുണ്ടാക്കിയതാണെന്ന ചിന്ത അന്നത്തെ മനുഷ്യർക്ക് ഇല്ലാണ്ടായിപ്പോയി. ജന്മിമാരുടെ അടുത്ത് പലരും താണു വണങ്ങി നിൽക്കും. അവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കും. പ്രതികരണശേഷി അന്നത്തെ ആൾക്കാർക്ക് ഇല്ലാണ്ടായിപ്പോയി. വലിയവർ പറയും കുട്ടികളോട്, അവിടെ പോയിക്കൂടാ, അവർ വലിയ ജാതിക്കാരാണ് എന്നൊക്കെ. എത്ര മഹാന്മാരായ ആൾക്കാരുടെ നിരന്തരമായ പരിശ്രമമാണ് ജാതി ചിന്തകളിൽ മാറ്റം വരുത്തിയത്. അല്ലെങ്കിൽ എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കില്ലേ? ഞാൻ ആദരിക്കുന്ന മഹനീയ വ്യക്തികളിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, ലാളിത്യം എല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം മനസ്സിൽ പതിഞ്ഞു. ഞാൻ എൻ്റെ സമപ്രായമുള്ള കുട്ടികളുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്കൊന്ന് 10 or 11 വയസ്സ് പ്രായം. അച്ഛമ്മ പറയും, അവരുടെ വീടിൻ്റെ അകത്ത് കയറിക്കൂടാ, അവരൊക്കെ വലിയ ആൾക്കാരാ. അന്ന് കുഞ്ഞു മനസ്സായിട്ടുള്ള എനിക്കെന്താ അറിയാം. കൂട്ടുകാരികൾ പറയും, നീ അകത്ത് കയറിയാൽ എന്താണ് സംഭവിക്കുക, ഒന്ന് നോക്കാലോ എന്ന്. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എല്ലാവരെയും മനുഷ്യരായി കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ കമലവും ലളിതയും വത്സലയും നായർ തറവാട്ടിലെ നിത്യ പണിക്കാരാണ്. അവർക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. സരസ്വതി അമ്മയ്ക്ക് എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാടാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ മനുഷ്യരെ തരംതിരിച്ചവർ ആരാണാവോ എന്നൊക്കെ ഞാൻ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. എന്തായാലും ഈ യുഗത്തിലെ കുട്ടികൾ അത്തരം കാഴ്ചപ്പാടൊന്നും വെച്ച് പുലർത്തുന്നില്ല. സമയം ഒരുപാടായി. ഇപ്പോൾ കിടന്ന് ഉറക്കം വരുന്നില്ല. എന്തോ ഒരു ഭയപ്പാട് എന്നെ പിന്തുടരുകയാണ്. അമ്മാളും അമ്മ കണ്ണുകൾ ഇറുകെ പൂട്ടി ഉറങ്ങാൻ കിടന്നു. 3ാം ഭാഗം അടുത്ത എന്നോടല്ല പറയണ്ട, ഈ നോക്കിട്ട് പറ. ഇനി ബാക്കി ഭാഗം 2 ആഴ്ചക്ക് ഇതിന് ഈ കഥ എന്താന്നിപ്പം ഇത് അത് അമ്മാളമ്മയുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയ ഒരു തിരിഞ്ഞുനോട്ടം, ജീവിതത്തിന്റെ ഒരു തിരിഞ്ഞുനോട്ടം. അമ്മാളമ്മയുടെ ജീവിതത്തിൽ ഒരു ഭാഗം അമ്മാളമ്മ പറയുന്നത്. പേജുകൾ പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു പേജ് മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇനിയിപ്പോ അടുത്തത്
ഇതിന്റെ പുതിയ കാലഘട്ടത്തെ കുറിച്ച്. അപ്പൊ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ. എല്ലാരും എന്റെ ഈ നോവല് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നോവലല്ല, യൂട്യൂബ് ചാനല്. യൂട്യൂബ് ചാനൽ പിന്നെ തെറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന കമന്റ് ബോക്സിൽ അത് അറിയിക്കാം. എന്തെല്ലാം ഇതിനകത്ത് തെറ്റേ ഉണ്ടാവില്ല. ഓക്കെ, ബൈ ഗൈസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.